ഗേറ്റ് ഓഫ് ഗോസ്പലിലേക്ക് ഏവർക്കും സ്വാഗതം. പേർഷ്യയും ഇറാനും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ വിചിന്തനം ചെയ്യുന്നത്. അമേരിക്കയും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ പശ്ചാത്തലത്തിൽ പേർഷ്യയും ഇറാനും എന്ന വിഷയത്തെക്കുറിച്ച് ചില വിവരണങ്ങൾ തരുവാൻ ഉദ്ദേശിക്കുന്നു. ലോകത്തിൽ 4 സാമ്രാജ്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത്തെ സാമ്രാജ്യം ബാബിലോൺ ആയിരുന്നു. ബാബിലോണിന് ശേഷം ഉണ്ടായ സാമ്രാജ്യമായിരുന്നു മേദ്യ പേർഷ്യ സാമ്രാജ്യം. ഈ സാമ്രാജ്യത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം, എസ്രയുടെ പുസ്തകം, എസ്തേറിൻ്റെ പുസ്തകം, ഈ പുസ്തകങ്ങളിലെല്ലാം ഈ മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ യെശയ്യാ പ്രവചനത്തിലും സൂചനകൾ നൽകിയിട്ടുണ്ട്. മേദ്യ പേർഷ്യ സാമ്രാജ്യം സ്ഥാപിച്ചത് മഹാനായ സൈറസ് ആയിരുന്നു. BC 559 മുതൽ 330 വരെ നിലനിന്നിരുന്ന അക്കേമിനിദ് രാജവംശമാണ് പൂർണ്ണവും അർത്ഥവത്തായതും ആയ സാമ്രാജ്യം സ്ഥാപിച്ചത്. ചെറിയ നാടുകളെയും ഗോത്രങ്ങളെയും കൂട്ടിയിണക്കി ബാബിലോണിയയും സിറിയയും ഏഷ്യ മൈനറും ഉൾപ്പെടെ വിശാലമായ പേർഷ്യൻ സാമ്രാജ്യം സ്ഥാപിച്ചത് മഹാനായ സൈറസ് ആയിരുന്നു. സൈറസിൻ്റെ കാലശേഷം പിന്നീട് വന്ന രാജാക്കന്മാരാണ് മേദ്യ പേർഷ്യൻ സാമ്രാജ്യം സ്ഥാപിച്ചത്. തുടർന്ന് നാം ബൈബിളിൽ എസ്തേറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ അഹശ്വേരോശ് എന്ന് പറഞ്ഞ ഒരു രാജാവിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ രാജാവാണ് എസ്തേറിൻ്റെ കാലത്ത് മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി രാജാവ് ആയിരുന്നത്. 127 സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്നു. എത്യോപ്യ മുതൽ ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയുടെ പകുതി ഭാഗം വരെ ഈ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടതായിരുന്നു. ഹിന്ദു ദേശമെന്ന് എസ്തേറിൻ്റെ പുസ്തകത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് ഇന്ത്യയെക്കുറിച്ചാണ്. ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ, ഇന്നത്തെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഒക്കെയും ഈ മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. മഹാനായ സൈറസിന് ശേഷം പിന്നീട് പല രാജാക്കന്മാർ ഈ സാമ്രാജ്യം ഭരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ശേഷം ചില ആളുകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിൽ ഈ സാമ്രാജ്യത്തെക്കുറിച്ചും അതിൻ്റെ രാജാക്കന്മാരെക്കുറിച്ചും പ്രസ്താവിച്ചിരിക്കുന്നത് അവരുടെ പേരുകളും ഒന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കാം. ഒന്നാമത്തെ രാജാവ് കോരേശാണ്, അഥവാ സൈറസിൻ്റെ മറ്റൊരു പേരാണ് കോരേശ്. മലയാള ബൈബിളിൽ കോരേശ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് സൈറസ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലമാണ് 559 മുതൽ 330 BC വരെ. എബ്രായ ഭാഷയിൽ കോറഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കോറഷ് എന്ന വാക്കാണ് സൈറസ് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ രാജാവ് അഹശ്വേരോശ് രാജാവാണ്. എസ്രയുടെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം. കോരേശിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എസ്രയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അഹശ്വേരോശ് രാജാവ്. അഹശ്വേരോശ് രാജാവിൻ്റെ പേര് ശരിക്ക് സെർക്സസ് എന്ന പേരാണ്. സെർക്സസ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലം BC 518 മുതൽ 465 വരെയായിരുന്നു. അഹശ്വേരോശ് എന്നുള്ളത് ബിബ്ലിക്കൽ നെയിമാണ്. എബ്രായ വാക്കാണ് അഹശ്വേരോശ്. എന്നാൽ അതിൻ്റെ പേർഷ്യൻ പേരാണ് സെർക്സസ് എന്ന പേര്. മറ്റൊരു രാജാവ് അർത്തകശ്രഷ്ട രാജാവാണ്. എസ്രയുടെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം. അർത്തകശ്രഷ്ട രാജാവ്. നാലാമത്തെ രാജാവ് ദാര്യവേശ് രാജാവാണ്. എസ്രയുടെ പുസ്തകം 4-ാം അധ്യായം 5-ഉം 6-ാം അധ്യായം 1-ാം വാക്യവും. അപ്പോൾ ഈ പേര് പറയപ്പെട്ട ഈ രാജാക്കന്മാരായിരുന്നു മേദ്യ പേർഷ്യ സാമ്രാജ്യം ഭരിച്ചിരുന്നത്. കോരേശ്, അഹശ്വേരോശ്,
അർത്ഥകശ്രഷ്ട രാജാവ്, ദാര്യാവേശ് രാജാവ്. ബൈബിളിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിലും എസ്തേറിൻ്റെ പുസ്തകത്തിലും എസ്രയുടെ പുസ്തകത്തിലും ഉള്ള വിവരണങ്ങളാണ് നാം വായിച്ച് കേൾക്കുകയുണ്ടായത്. ഈ ചക്രവർത്തിമാർ ഈ രാജ്യത്തെ ഭരിക്കുകയും അവരുടെ കാലത്ത് ഈ സാമ്രാജ്യം ശക്തമായി നിലനിൽക്കുകയും ചെയ്തു. എന്നാൽ BC 4-ാം നൂറ്റാണ്ടിൽ ഈ മേദ്യൻ പേർഷ്യൻ സാമ്രാജ്യത്തെ ഗ്രീക്ക് ചക്രവർത്തിയായിരുന്ന അലക്സാണ്ടർ ആക്രമിച്ച് അതിനെ കീഴടക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ മേദ്യ പേർഷ്യൻ സാമ്രാജ്യം ആരാണ് സ്ഥാപിച്ചതെന്നും അതിൻ്റെ ഭരണകർത്താക്കൾ ആരൊക്കെയായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞല്ലോ. ഈ രാജ്യം സ്ഥാപിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സാമ്രാജ്യം സ്ഥാപിച്ച് ഈ ചക്രവർത്തിമാരെല്ലാം ഭരിക്കുന്ന കാലം വരെയും ഈ രാജ്യത്തിൻ്റെ പേര് പേർഷ്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പേർഷ്യ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെയും ആ രാജ്യത്ത് വസിക്കുന്ന ആളുകളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് പഴയ കാലത്ത് ഈ പേര് പ്രസ്താവിച്ചിരുന്നത്. എന്നാൽ ഈ പേർഷ്യയെ ആ രാജ്യത്തെ പ്രാചീന കാലത്ത് വിളിക്കപ്പെട്ടിരുന്നത് സൊറോസ്ട്രിയരുടെ വിശുദ്ധ ഗ്രന്ഥമായ അവസ്ഥയിൽ പരാമർശിക്കപ്പെടുന്ന പേര് ആദ്യകാലത്ത് ഉണ്ടായിരുന്ന പേര്. സൊറോസ്ട്രിയൻ എന്ന് പറഞ്ഞാൽ ഈ പ്രാചീന ഈ മേദ്യ പേർഷ്യൻ രാജ്യത്തുണ്ടായിരുന്ന പേർഷ്യക്കാരായിരുന്ന ആളുകളുടെ ഒരു മതവും അവരെ സൊറോസ്ട്രിയർ എന്നാണ് വിളിച്ചിരുന്നത്. അല്ലെങ്കിൽ അത് കുറച്ചും കൂടി വിശദമായി പറഞ്ഞാൽ പാഴ്സി മതം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പാഴ്സികളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അവസ്ഥയിൽ ഈ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പേര് ആര്യനാം വജേഹ് എന്നാണ്. ആര്യനാം വജേഹ്, അതായത് ആര്യന്മാരുടെ നാട് എന്നാണ് ആര്യനാം വജേഹ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ പേരിൽ നിന്നാണ് പിന്നീട് ഇറാൻ വേജ് എന്ന പേരുണ്ടായത്. പിന്നീട് ഈ പേര് ഇറാൻ എന്നായി മാറി. അപ്പോൾ ഇറാൻ എന്ന പേര് സ്വീകരിക്കുന്നത് 1935-ലാണ്. 1935 പേർഷ്യ എന്ന പേര് മാറ്റി അതിനെ ഇറാൻ എന്ന് വിളിച്ചു. ഇറാൻ എന്ന വാക്കിൻ്റെ അർത്ഥം തംസപ്പ് എന്നാണ്. അപ്പോൾ പാഴ്സി മതമായ വിശുദ്ധ ഗ്രന്ഥത്തിൽ, പാഴ്സികളുടെ വിശുദ്ധ ഗ്രന്ഥമായ അവസ്ഥയിൽ ഈ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആര്യനാം വജേഹ്, ആര്യന്മാരുടെ നാടെന്നാണ്. അങ്ങനെ ആര്യന്മാർ BC 2000-നും 1500-നും ഇടയിലാണ് ഇന്ത്യയിലേക്ക് കുടിയേറി വന്നത്. 1935 പേർഷ്യ എന്ന പേര് മാറ്റി ഇറാൻ എന്നാക്കി തീർത്തു. അതുവരെയും ഈ രാജ്യത്തെ പേർഷ്യക്കാർ പേർഷ്യ എന്നാണ് വിളിച്ച് വന്നിരുന്നത്. എന്നാൽ ഈ പേർഷ്യയിലുണ്ടായിരുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട മതം സൊറോസ്ട്രിയൻ മതമായിരുന്നു, അല്ലെങ്കിൽ പാഴ്സി മതമായിരുന്നു. എന്നാൽ AD 631 മുതൽ 41 വരെ മുസ്ലിം അറബികൾ പേർഷ്യ കീഴടക്കി. അങ്ങനെ പേർഷ്യ കീഴടക്കിയപ്പോൾ ഇതോടുകൂടി ഈ സ്വരാഷ്ട്രീയ മതത്തിൻ്റെ സ്ഥാനത്ത് ഇസ്ലാം മതം പ്രചരിച്ചു. AD 631 മുതൽ 41 വരെ മുസ്ലിങ്ങൾ അറബികൾ അല്ലെങ്കിൽ മുസ്ലിം അറബികൾ പേർഷ്യ കീഴടക്കിയപ്പോൾ ഈ സ്വരാഷ്ട്രീയ മതത്തിൻ്റെ സ്ഥാനത്ത് ഇസ്ലാം മതം പ്രചരിച്ചു. അങ്ങനെ വന്നപ്പോൾ ഈ സ്വരാഷ്ട്രീയർ ബഹുഭൂരിപക്ഷം ആളുകളും ഇസ്ലാം മതം സ്വീകരിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കുവാൻ വൈമനസ്യമുണ്ടായിരുന്നവരാണ് നമ്മുടെ ഇന്ത്യയിലേക്കും മറ്റ് പല സ്ഥലങ്ങളിലേക്കും ഒക്കെ കുടിയേറിപ്പോയത്. അങ്ങനെ കുടിയേറി വന്ന പാഴ്സികളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. നോർത്ത് ഇന്ത്യയിലും ഗുജറാത്തിലൊക്കെ പാഴ്സി മതമുണ്ട്, പാഴ്സിക്കാരുണ്ട് എന്നത് നമുക്ക് അറിയാമല്ലോ. നമ്മുടെ കൊച്ചു കേരളത്തിൽ കോഴിക്കോടും ഒരു പാഴ്സിക്കാരുടെ ഒരു ആരാധനാലയമുണ്ട്. അങ്ങനെ മുസ്ലിം അധിനിവേശത്തോടു കൂടി പേർഷ്യക്കാർ മുഴുവനും ഇസ്ലാം മത വിശ്വാസികളായി തീരുകയാണ് ഉണ്ടായത്. അപ്പോൾ പേർഷ്യ എന്ന പേര് മാറി ഇറാൻ എന്ന പേര് ഉണ്ടാകുവാനുള്ള പശ്ചാത്തലം എന്താണെന്ന് നാം മനസ്സിലാക്കിയല്ലോ.
ഇറാനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇറാൻ എന്ന ആ രാജ്യം ഭൂപ്രകൃതിയിലും അതുപോലെ തന്നെ അവിടുത്തെ സമ്പദ് വ്യവസ്ഥയിലൊക്കെ ഇറാൻ മറ്റ് അറബ് രാജ്യങ്ങളെക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇറാൻ്റെ മറ്റ് ചില പ്രത്യേകതകൾ കൂടി നമുക്ക് പരിശോധിക്കാം. ഇറാൻ പൂർണ്ണമായും ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് രാജ്യമാണ്. മുഴുവനായിട്ടും മതപരമായ മതാധിഷ്ഠിത രാജ്യമാണ് ഇറാൻ. അവിടുത്തെ പരമാധികാരി മതത്തിൻ്റെ നേതാവാണ്. അവിടെ പ്രസിഡൻ്റുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും അവസാന വാക്കും പരമാധികാരിയും അവിടുത്തെ മതപുരോഹിതനാണ്. ആ മതപുരോഹിതൻ പറയുന്നതാണ് അവിടുത്തെ അവസാന വാക്ക്. അദ്ദേഹമാണ് അവിടുത്തെ പരമാധികാരി. അപ്പോൾ പൂർണ്ണമായും ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് ഇറാൻ. ഇവിടെയുള്ള മതവിശ്വാസികളിൽ 98% മുസ്ലിങ്ങളാണ്. ഇറാനിലുള്ള ആളുകളിൽ 98% മുസ്ലിങ്ങളാണ്. അതിൽ ഷിയ ഇസ്ലാം 89%, സുന്നി ഇസ്ലാം 10%. ഏറ്റവും കൂടുതൽ ഷിയ മുസ്ലിങ്ങളാണ് ഇറാനിൽ കൂടുതലുള്ളത്. സുന്നി ഇസ്ലാം 10% മാത്രമേ ഉള്ളൂ. ഇത് കൂടാതെ ഇറാനിൽ ഉള്ള മറ്റു മതങ്ങളുമുണ്ട്. ക്രൈസ്തവർ ഇറാനിലുണ്ട്, ബഹായികൾ എന്ന ഒരു മതവിഭാഗമുണ്ട്, സൊറോസ്ട്രിയർ എന്ന മതവിഭാഗമുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പാഴ്സി മതക്കാർ ബഹുഭൂരിപക്ഷം പേരും ഇസ്ലാം മതം സ്വീകരിച്ചെങ്കിലും ആ മതം സ്വീകരിക്കാതെ അതിനോട് എതിർത്ത് നിന്ന ആ പൂർവിക മതമായിരുന്നു സൊറോസ്ട്രിയൻ മതം അല്ലെങ്കിൽ പാഴ്സി മതം. അങ്ങനെയുള്ള മതക്കാർ ഇപ്പോൾ അവിടെയുണ്ട്. ക്രൈസ്തവരുണ്ട്, ബഹായി മതക്കാരുണ്ട്, സൊറോസ്ട്രിയർ മതക്കാരുമുണ്ട്. ജനസംഖ്യ 92 ദശലക്ഷത്തിലധികം വരുന്ന ജനസംഖ്യയാണ് ഇന്ന് ഇറാനിൽ ഉള്ളത്. ഭൂമിശാസ്ത്രപരമായി വലിപ്പത്തിലും ജനസംഖ്യയിലും ആഗോളതലത്തിൽ 17ാം സ്ഥാനത്താണ് ഇന്നത്തെ ഇറാൻ. ഏഷ്യയിലെ 6ാമത്തെ വലിയ രാജ്യമാണ് ഇറാൻ. ഇതെല്ലാം ഇറാൻ്റെ പ്രത്യേകതകളാണ്. ഇനി ക്രിസ്ത്യാനികൾ മറ്റു മതക്കാരും ഇവിടെ ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികളുണ്ട്, സൊറോസ്ട്രിയറുണ്ട്, ബഹായികളുണ്ട്, പിന്നെ കൂടാതെ മറ്റ് പല ഗോത്ര മതങ്ങളും അവിടെയുണ്ട്, കണക്കിൽപ്പെടാത്തതായ. എന്നാൽ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ 2,50,000 മുതൽ 3,70,000 വരെയുള്ള ക്രിസ്ത്യാനികൾ ഇറാനിലുണ്ട്. ഇറാനിലെ ഏറ്റവും വലിയ അംഗീകൃത ന്യൂനപക്ഷ മതമാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ. ഇറാനിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ മതം ക്രിസ്ത്യാനികളാണ്. 2,50,000 മുതൽ 3,70,000 വരെ ഉള്ള ക്രിസ്ത്യാനികൾ അവിടെയുണ്ട്. ഈ ക്രിസ്ത്യാനികൾ അർമേനിയൻ, അസീറിയൻ പശ്ചാത്തലമുള്ളവരാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾ അവിടെ ഒരു ന്യൂനപക്ഷമായിട്ടാണ് അവിടെ അംഗീകരിച്ചിരിക്കുന്നത്. ഇനി കൂടാതെ ഇസ്രായേൽ ഒഴികെയുള്ള മുസ്ലിം ലോകത്തും മിഡിൽ ഈസ്റ്റിലും ഏറ്റവും വലിയ ജൂത സമൂഹം താമസിക്കുന്നത് ഇറാനിലാണ്. അത് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇസ്രായേൽ എന്നത് ഒരു ജൂതരാഷ്ട്രമാണ്. എന്നാൽ ആ ജൂതരാഷ്ട്രത്തിൽ താമസിക്കുന്ന അതിനോടൊപ്പമോ ഉള്ള ജൂതന്മാർ ഇറാനിലുമുണ്ട്. ലോകത്തുള്ള മുസ്ലിം ലോകത്ത്, അതായത് ഇസ്രായേൽ ഒഴികെയുള്ള മുസ്ലിം ലോകത്തും മിഡിൽ ഈസ്റ്റിലും ഏറ്റവും വലിയ ജൂത സമൂഹം താമസിക്കുന്നത് ഇറാനിലാണ്. കാരണം ഇത് ഇന്നലെയും തുടങ്ങിയ താമസമല്ല. നാം ഈ മേദ്യ പേർഷ്യ സാമ്രാജ്യം ഉള്ള കാലത്ത് ഈ ജൂതന്മാർ പേർഷ്യയിലുണ്ടായിരുന്നല്ലോ. അത് എസ്തേറിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. അഹശ്വേരോസ് രാജാവിൻ്റെ കാലത്ത് യഹൂദന്മാർ ഈ മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിൽ ശൂഷൻ രാജധാനിയിലെ അന്നത്തെ രാജാവിനെ കബളിപ്പിച്ചുകൊണ്ട് ഹാമാൻ ജൂത സമൂഹത്തെ കൊന്നൊടുക്കുവാൻ പ്ലാനും പദ്ധതി ഒരുക്കിയ കാര്യം എസ്തേറിൻ്റെ പുസ്തകത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോയ ആ യഹൂദന്മാർ പിന്നീട് ബാബിലോൺ സാമ്രാജ്യം അസ്തമിച്ചപ്പോൾ ആ ബാബിലോണിയ പ്രദേശം പിന്നീട് ഈ മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ കീഴിലായി.
അപ്പോൾ അതുകൊണ്ട് അന്ന് പ്രവാസികളായി അവിടെ പോയി താമസിച്ച ആ ജൂതന്മാരുടെ തലമുറകളാണ് ഇന്നും ഈ ഇറാനിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം ഇറാൻ എന്ന് കേട്ടാൽ മുസ്ലിങ്ങൾ മാത്രമുള്ള രാജ്യമാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അവിടെ ജൂതന്മാരുടെ സമൂഹമുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മറ്റ് സൊറോസ്ട്രിയൻ മതക്കാരുണ്ട്, ബഹായി മതക്കാരുണ്ട്, മറ്റ് പല ഗോത്ര മതക്കാരും അവിടെയുണ്ട്. അപ്പോൾ ഇസ്രായേലും ഇറാനും അമേരിക്കയും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ രാജ്യത്ത് നിർഭയമായി ക്രിസ്ത്യാനികളും ജൂതന്മാരും മറ്റു മതക്കാരും താമസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആദ്യത്തെ മേദ്യ പേർഷ്യ സാമ്രാജ്യം സ്ഥാപിച്ച ഈ സൈറസ്, അദ്ദേഹത്തിൻ്റെ മനസ്സ് അതൊരു നല്ല മനസ്സായിരുന്നു. കാരണം അദ്ദേഹം ആക്രമിച്ച് കീഴടക്കിയ രാജ്യങ്ങളിലുണ്ടായിരുന്ന മതങ്ങളെ, മതവിശ്വാസികളെ, അവരുടെ മതത്തെ അദ്ദേഹം മാനിച്ചിരുന്നു. ആ മതത്തെ നശിപ്പിക്കുവാൻ സൈറസ് താല്പര്യപ്പെട്ടില്ല. അവരുടെ വിശ്വാസത്തോടു കൂടി തൻ്റെ സാമ്രാജ്യത്തിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം സൈറസ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇറാനിൽ ഇന്നും സൈറസിൻ്റെ ശവകുടീരം ഇറാൻകാർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാനെക്കുറിച്ചുള്ള ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചല്ലോ. ഇനി ഇറാൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഇറാൻ. ചില വിവരണങ്ങൾ അത് സംബന്ധിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നു. ഇറാൻ കാർഷിക വ്യാവസായിക രാഷ്ട്രമാണ്. ഇറാൻ ഒരു കാർഷിക വ്യാവസായിക രാഷ്ട്രമാണ്. പ്രധാനപ്പെട്ട കൃഷി ഇനങ്ങൾ ബാർലി, ഗോതമ്പ്, കരിമ്പ്, നെല്ല്, ഉള്ളി, തക്കാളി, ഉരുളക്കിഴങ്ങ്, ആപ്പിൾ, മുന്തിരി, ഈത്തപ്പഴം, തേയില, ബദാം എന്നിവ ഇറാനിൽ സുലഭമായി കൃഷി ചെയ്യുകയും അത് അവരുടെ രാജ്യത്ത് നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നു. അതിലൂടെ നല്ല വരുമാനം ഇറാൻകാർ സമ്പാദിക്കുന്നുണ്ട്. കൂടാതെ പെട്രോളിയം, ഇരുമ്പ്, ഗന്ധകം, ചെമ്പ്, ക്രോമൈറ്റ്, കറുത്തീയം എന്നിവ പ്രധാന ധാതു നിക്ഷേപങ്ങളാണ്. നല്ല ധാതു നിക്ഷേപങ്ങൾ ഇന്ന് ഇറാനിലുണ്ട്. എണ്ണ ഉൽപ്പാദനത്തിൽ ഇറാൻ മുൻപന്തിയിലാണ്. വസ്ത്രനിർമ്മാണം, പഞ്ചസാര, മാർബിൾ, സ്ഫടികം, സിമൻറ്റ് തുടങ്ങിയ മുഖ്യ വ്യവസായങ്ങൾ ഇന്ന് ഇറാനിലുണ്ട്. പെട്രോ കെമിക്കൽസ്, ലിക്വിഡ് ഗ്യാസ്, വൈദ്യുത നിലയങ്ങൾ, ഡാം നിർമ്മാണം എന്നിവയിലും ശ്രദ്ധ പതിപ്പിക്കുന്നു. പെട്രോളിയവും പരവതാനിയുമാണ് പ്രധാനമായി കയറ്റുമതികൾ. ഇറാനിലെ കയറ്റുമതികളിൽ പെട്രോൾ ഉൽപ്പന്നങ്ങളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. എന്നാൽ പെട്രോൾ ഉൽപ്പന്നങ്ങളോടൊപ്പം തന്നെ പരവതാനിയും കയറ്റി അയക്കുന്നു, അഥവാ കാർപ്പറ്റ്. ലോകത്തിലെ ഏറ്റവും വില കൂടിയതും മനോഹരവുമായ കാർപ്പറ്റാണ് ഇറാൻ്റെ. അത് വളരെ പ്രാചീന കാലം മുതൽ തന്നെ, അതായത് ഈ സൊറോസ്ട്രിയൻ മതം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ, പ്രാചീന ഈ പേർഷ്യൻ സാമ്രാജ്യം ഉണ്ടായിരുന്ന കാലം മുതൽ തന്നെ പരവതാനി ഉണ്ടാക്കുന്ന നല്ല നെയ്ത്ത് ശാലകൾ, കൈകൊണ്ട് നെയ്യുന്ന തൊഴിലാളികൾ, കരവിരുതുള്ള നല്ല കലാകാരന്മാർ, ഈ പരവതാനി ഉണ്ടാക്കുന്നതിൽ നൈപുണ്യം ഉണ്ടായിരുന്ന ആളുകൾ മേദ്യ പേർഷ്യയിലുണ്ടായിരുന്നു. അത് അന്ന് മുതൽ തന്നെ ഇന്നും ഇറാനിലും ഈ കാർപ്പറ്റുകൾ അല്ലെങ്കിൽ പരവതാനികൾക്ക് നല്ല മൂല്യമുണ്ട്. മനോഹരവും ഭംഗിയാർന്നതുമായ ഈ പരവതാനികൾ വിദേശങ്ങളിലേക്ക് അവർ കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ പെട്രോൾ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, പരവതാനിയും കയറ്റി അയക്കുന്നു. ഇതെല്ലാം ഇറാൻ്റെ പ്രത്യേകതകളാണ്. അങ്ങനെ കലാപരമായിട്ടും കായികപരമായിട്ടും സാമ്പത്തികപരമായിട്ടൊക്കെയും ഇറാൻ്റെ ആ മേഖല നല്ല നിലയിലാണ്. കൂടാതെ ഈ ആരോഗ്യരംഗത്ത്, അതായത് ഈ മെഡിസിൻ സംബന്ധമായിട്ട് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരമായിട്ട് ഇറാൻ മറ്റ് അറബ് രാജ്യങ്ങളെക്കാളൊക്കെയും മുൻപന്തിയിൽ തന്നെയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും, ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഈ വൈദ്യപഠനത്തിന് വേണ്ടി ആളുകൾ ഇറാനിലേക്ക് ചെല്ലുന്നുണ്ട്. ഇറാൻ്റെ വൈദ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ചികിത്സാശാസ്ത്രപരമായ അവരുടെ ആ പുരോഗമനം മുൻപന്തിയിൽ തന്നെയാണ്. അങ്ങനെ എല്ലാ നിലയിലും സാമ്പത്തികപരമായിട്ട് ഇറാൻ മറ്റ് അറബ് രാജ്യങ്ങളെക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ്. കൂടാതെ ആണവ നിലയങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ ഒക്കെയും
ഇറാൻ്റെ കൈവശമുണ്ട് എന്നാണ് അമേരിക്ക, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇറാനെ ആക്രമിക്കുവാനുള്ള കാരണം എന്തെന്ന് നമുക്ക് വ്യക്തമായി പറയുവാൻ കഴിയുന്നില്ലെങ്കിലും അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയപരമായ ചില കാരണങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ കണക്കുകൂട്ടലുകൾ മറ്റേതെങ്കിലും തരത്തിലാകാം. ഒരിക്കലും ഒരു രാജ്യത്തെ നിർമൂലമാക്കുവാൻ ഇന്നത്തെ ലോക വ്യവസ്ഥിതിയിൽ ആർക്കും കഴിയുകയില്ല. അത് ഏത് ലോകശക്തിക്കും ഒരു രാജ്യത്തെ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുവാൻ കഴിയുകയില്ല. ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയോ ശക്തിയോ ക്ഷയിപ്പിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. ആ രാജ്യം ഇന്നും നിലനിൽക്കും. അപ്പോൾ തങ്ങളെക്കാൾ വലുതാകണ്ട എന്ന ഒരു ചിന്തയാകാം മറ്റ് രാജ്യങ്ങൾ ഒരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ആയുധശക്തിയോടുകൂടി കായബലത്തോടുകൂടി വന്ന് ഒരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളുടെ തലവന്മാരുടെ ഭരണകർത്താക്കളുടെ മനസ്സിലിരിപ്പ് അങ്ങനെയൊക്കെ ആകാം. അതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇറാനെ സംബന്ധിച്ചുള്ള ചില ചരിത്രപരമായ വസ്തുതകളാണ് നാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നിലയിൽ ഇറാൻ ലോകത്തിൽ വെച്ച്, അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് അറബ് ലോകത്ത് ഒരു വൻ ശക്തിയായിട്ട് ഇറാൻ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. കൂടാതെ ഈ പെട്രോൾ ഉൽപ്പന്നങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടതായ ഒരു വാണിജ്യ മേഖല ഇന്ന് ഇറാനുണ്ട്. അതുകൊണ്ട് അവരുടെ കൃഷി മേഖലകളിലും അതുപോലെ തന്നെ അവരുടെ ഈ പെട്രോൾ ഉൽപ്പന്നങ്ങളിലും വസ്ത്രവ്യാപാരത്തിലും വജ്രവ്യാപാരത്തിലും ധാതു നിക്ഷേപങ്ങളൊക്കെ ഇറാന് വലിയ സമ്പദ്ഘടനയാണ് നൽകുന്നത്. കൂടാതെ നാം ഈ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദമാണല്ലോ ഹോർമൂസ് കടലെടുക്ക് എന്നുള്ളത്. എന്താണ് ഈ ഹോർമൂസ് കടലെടുക്ക് എന്ന് പറഞ്ഞാൽ? ഹോർമൂസ് കടലെടുക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അത് നമുക്ക് നൽകുന്ന പാഠം? ഹോർമൂസ് കടലെടുക്ക് പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ഒരു ജലപാതയാണ് ഹോർമൂസ് കടലിടുക്ക്. വടക്ക് തീരത്ത് ഇറാൻ സ്ഥിതി ചെയ്യുന്നു. തെക്കൻ തീരത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റുകളും സ്ഥിതി ചെയ്യുന്നു. ഈ കടലിടുക്കിന് 167 കിലോമീറ്റർ നീളവും 60 മൈൽ വീതിയുമുണ്ട്. പേർഷ്യൻ ഗൾഫിൽ നിന്നും തുറന്ന സമുദ്രത്തിലേക്കുള്ള ഏക കടൽപാതയാണ് ഹോർമൂസ് കടലിടുക്ക്. അതായത് ഈ പേർഷ്യൻ കടലിൽ നിന്നും സമുദ്രത്തിലേക്ക്, അതായത് പുറംകടലിലേക്ക് പോകുവാനുള്ള ഏക കടൽപാതയാണ് ഹോർമൂസ് കടലിടുക്ക്. ലോകത്തിലെ ഏറ്റവും തന്ത്രപരമായി പ്രധാനപ്പെട്ട ചോക്ക് പോയിന്റുകളിൽ ഒന്നാണിത്. ലോകത്തിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഒരു പോയിന്റാണ്, ഒരു സ്ഥലമാണ് ഹോർമൂസ് കടലിടുക്ക് എന്നുള്ളത്. കൂടാതെ ഗൾഫ് മേഖലയിലേക്കുള്ള ഏക സമുദ്രപാതയും ഈ കടലിടുക്ക് തന്നെയാണ്. യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഹോർമൂസ് കടലിടുക്കിൻ്റെ പ്രത്യേകത എന്തെന്ന് മനസ്സിലായല്ലോ. അതായത് ഒമാനും അറബ് എമിറേറ്റ്സിനും ഇറാനും നടുവിൽ കിടക്കുന്ന ഒരു കടലിടുക്കാണ്, ഒരു ജലപാതയാണ് ഹോർമൂസ്. ഇതിൻ്റെ കൂടുതൽ അധികാര അവകാശം ഇറാനാണ്. ഒമാനേക്കാളും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനേക്കാളും കൂടുതൽ അധികാര അവകാശം ഉള്ളത് ഇറാനാണ്. അതുകൊണ്ടാണ് ഇറാൻ ഈ കടലിടുക്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രതിസന്ധി എന്താണ്? ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും പെട്രോൾ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിന് അത് പ്രധാന തടസ്സമായി തീരും. നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പാചക ഗ്യാസ്, വാതക ആ ക്ഷാമം, അല്ലെങ്കിൽ അതിൻ്റെ രൂക്ഷമായിരിക്കുന്ന പ്രതിസന്ധി അനുഭവിക്കാൻ കാരണം എന്താണ്? ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ പെട്രോൾ ഉൽപ്പന്നങ്ങളുമായി അല്ലെങ്കിൽ LPG ഗ്യാസുമായി അല്ലെങ്കിൽ പ്രകൃതിവാതകവുമായി കടന്നു വരണമെങ്കിൽ ഈ കടലിടുക്ക് ഇറാൻ അടച്ചു കഴിഞ്ഞാൽ അത് കഴിയുകയില്ല. കാരണം അധികാരം കൂടുതൽ ഇറാനാണ്. അതുകൊണ്ടാണ് ഇറാൻ ഈ ഹോർമൂസ് കടലിടുക്കിൽ ബലം പ്രയോഗിക്കുന്നത്. അവരുടെ അധികാരം ഉപയോഗിച്ച് അതിലൂടെയുള്ള യാത്ര തടസ്സപ്പെടുത്തുകയാണ്.
അപ്പോൾ ആ കടലിടുക്കിനെ ബ്ലോക്ക് ചെയ്താൽ യൂറോപ്പിലേക്ക് ഇന്ധനം പോവുകയില്ല, ഏഷ്യനിലേക്ക് പോവുകയില്ല, അറബ് രാജ്യങ്ങളിലേക്ക് എങ്ങും പോവുകയില്ല. മറ്റൊരു പ്രത്യേകത, അറബ് മേഖലകളിൽ, അതായത് ഈ അറബ് ഭൂപ്രദേശത്തേക്ക് മുഴുവനും കപ്പൽ മാർഗത്തിലൂടെ കടലിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ ഈ ഹോർമൂസ് കടലിടുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ ബ്ലോക്ക് ചെയ്താൽ മറ്റ് അറബ് രാജ്യങ്ങളിലേക്കൊന്നും ജലപാതയിലൂടെ, ജലത്തിലൂടെ അല്ലെങ്കിൽ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുവാൻ അത് കഴിയാതെ വരും, അത് തടസ്സമായി തീരും. അപ്പോൾ അതാണ് ആ പ്രതിസന്ധികൾ. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട അധികാരം, അവകാശം ഇറാനാണ് ഉള്ളത്. അപ്പോൾ ഈ നിലയിൽ ഇറാൻ ഈ കടലിടുക്കിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ യുദ്ധം എന്തിനു വേണ്ടിയിട്ടാണ് എന്നതിനെക്കുറിച്ചൊന്നും നമുക്ക് നല്ല നിശ്ചയമില്ല. എന്നോ യുദ്ധം തുടങ്ങി, എന്താണതിൻ്റെ കാരണം നമുക്കറിഞ്ഞുകൂടാ. ഇന്നും യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ യുദ്ധം എന്നുള്ളത് ഒരു പ്രതിസന്ധിയാണ്. യുദ്ധമില്ലാതിരിക്കുക എന്നുള്ളതാണ് ലോകം ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് ലോക നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമങ്ങളൊന്നും ഇപ്പോൾ പ്രാബല്യത്തിലേക്ക് വരുന്നില്ല. പക്ഷേ ഈ യുദ്ധം പലരും ചിന്തിക്കുന്നത് പോലെ ഒരു മൂന്നാം ലോക മഹായുദ്ധമായി ഒന്നും ഇത് പരിണമിക്കുകയില്ല. ഇത് ഒരു പരിധി, ഒരു 2 അല്ലെങ്കിൽ ഒരു 1.5 മാസത്തിനുള്ളിൽ ഈ യുദ്ധം അവസാനിക്കാനാണ് കൂടുതൽ സാധ്യതകൾ. കാരണം ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് ഒരുപാട് ധനനഷ്ടമുണ്ടാകാം, ആൾനാശമുണ്ടാകാം. അതുകൊണ്ട് ഒരു പരിധി കഴിഞ്ഞാൽ യുദ്ധം മുൻപോട്ട് കൊണ്ടുപോകാൻ ഈ 3 രാജ്യങ്ങളും ആഗ്രഹിക്കുകയില്ല. അതാണ് അതിൻ്റെ ശരിയായ വസ്തുത. അതുകൊണ്ട് ഇതിനെല്ലാത്തിനും ഒരു കാലപരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ യുദ്ധം ഒരു സമാധാന ഉടമ്പടിയിലൂടെ ഇത് പര്യവസാനിക്കുവാനാണ് സാധ്യത കാണുന്നത്. ഇറാൻ എന്ന് മനസ്സ് വെച്ചാൽ യുദ്ധം ഇന്ന് തീരാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഏതെങ്കിലും ഒരു രാജ്യം അതിനു വേണ്ടി മുൻകൈ എടുത്താൽ യുദ്ധം അവസാനിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കൊന്നും പ്രവേശിക്കുകയില്ല. മറ്റ് രാജ്യങ്ങളൊന്നും ഈ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളോട് ചേർന്ന് ഏതെങ്കിലും രാജ്യത്തെ നശിപ്പിക്കുവാൻ അവരാരും തുനിയുകയില്ല. കാരണം ഇന്നത്തെ ലോക വ്യവസ്ഥിതി ആ നിലയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി യുദ്ധം ഒഴിവാക്കാനാണ് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത്. എന്നാൽ യുദ്ധം ഉണ്ടാകും. കർത്താവായ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിക്കുവിൻ, അത് അവസാനമല്ല, അത് സംഭവിക്കേണ്ടത് തന്നെ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു ഇത് AD 33 കാലഘട്ടത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അന്ന് 1-ാം ലോക മഹായുദ്ധമോ 2-ാം ലോക മഹായുദ്ധമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷമാണ് 1ഉം 2ഉം ലോക മഹായുദ്ധങ്ങൾ ഉണ്ടായത്. ഇനിയും യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും. പല പല രാജ്യങ്ങളിലും പല പല സ്ഥലങ്ങളിലും ആ യുദ്ധങ്ങളുണ്ടാകാം. പക്ഷേ ഇതൊന്നും ലോകാവസാനത്തെ കുറിക്കുന്ന ഒന്നല്ല. ഇത് ലോകമഹായുദ്ധങ്ങളല്ല. ചെറുതും വലുതുമായ യുദ്ധങ്ങൾ ഉണ്ടാകും. അതിന് കർത്താവ് പറഞ്ഞ മറുപടി, ഇത് ലോക അവസാനത്തിനൊരു അടയാളമാണ്. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിനും ലോക അവസാനത്തിനും ഒരു അടയാളം അത്ര എന്നാണ് യേശുക്രിസ്തു പ്രസ്താവിച്ചിരിക്കുന്നത്. ആയതിനാൽ ഇങ്ങനെയുള്ള യുദ്ധങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് മിഡിൽ ഈസ്റ്റിലായിരുന്നാലും ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലായിരുന്നാലും യുദ്ധങ്ങളുണ്ടാകാം. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകാം. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും എന്നാണ് യേശുക്രിസ്തു അടയാളങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ ഇന്നിപ്പോൾ ഈ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ രാജ്യങ്ങൾ തമ്മിലുള്ളതായ ഛിദ്രം ഒക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകാവസാനത്തിൻ്റെ ഒരു അടയാളമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഏതായാലും ഈ യുദ്ധം തുടങ്ങിയ പശ്ചാത്തലത്തിൽ യുദ്ധങ്ങളൊക്കെ അവസാനിക്കട്ടെ എന്ന് വേണം നമുക്ക് പ്രാർത്ഥിക്കുവാൻ. കാരണം അങ്ങനെ ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്ക് ലോകം വന്നെത്തി ചേരട്ടെ, അങ്ങനെ ആയി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. അപ്പോൾ പേർഷ്യയും ഇറാനും എന്ന വിഷയത്തെക്കുറിച്ച് പഴയ ബാബിലോണിയ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരായിരുന്നു എന്നും ആ ബാബിലോണിയൻ സാമ്രാജ്യത്തിൽ അറിയപ്പെട്ടിരുന്ന രാജാക്കന്മാർ ആരായിരുന്നു എന്നും നാം ദൈവശാസ്ത്രപരമായിട്ടും ഇറാനെക്കുറിച്ചുള്ള ചരിത്രപരമായിട്ട് ചില കാര്യങ്ങൾ നാം ചിന്തിക്കുകയായിരുന്നല്ലോ. ആയതിനാൽ ഈ സാഹചര്യത്തിൽ പേർഷ്യയും ഇറാനും എന്ന ആ വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ നമുക്ക് അവസരമുണ്ടായല്ലോ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.